ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പം നിങ്ങൾ ഇന്നത്തെ വിശേഷവും പ്രേമോയൊക്കെ കണ്ടിട്ട് കാത്തിരിക്കുകയാണല്ലേ. സച്ചിയും രേവതിയും എന്നും മുട്ടനടിയാണ്. അപ്പോൾ ഇനിയിപ്പം നാളെയും നമ്മുടെ രേവതി സച്ചിയോട് മുട്ടനടി ഉണ്ടാക്കാൻ പോകുന്ന ഒരു തുടക്കമാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. രേവതിയുടെ അമ്മ ഇട്ട് കൊടുത്ത മാല, ആ മാല എവിടെ പോയി? നമ്മുടെ സച്ചി അതെന്തോ ചെയ്തിട്ടുണ്ട്. വിൽക്കുവാണോ പണയം വെക്കുവാണോ എന്നറിയില്ല, എന്തോ ചെയ്തിട്ടുണ്ട്. ഏതായാലും രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്താണ്ട് ബിൽഡിങ്ങുകാരനില്ലായിരുന്നു. അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, അവിടെ അതൊക്കെ ഉരുക്കി ചേർത്ത് പിടിപ്പിക്കണമെങ്കിൽ അവിടുത്തെ പണിക്കാരൻ വേണമല്ലോ. അപ്പം പണിക്കാരൻ ലീവിലാണെന്ന് പറഞ്ഞു. അപ്പം രേവതി പറഞ്ഞു, നിങ്ങളെന്താ ഞാൻ പൊട്ടിയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ വിഡ്ഢിയാണെന്നാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ദേ നിങ്ങൾ ആ മാല വിറ്റില്ലേ? ആ മാല വിറ്റിട്ടല്ലേ നിങ്ങൾ ഇന്നലെ രാത്രി ആ തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചിക്ക് ദേഷ്യം വന്നിട്ട്, നിർത്തുന്നുണ്ടോ നീ? ദേ മാല വിറ്റെന്നോ? ഞാൻ മാല വിറ്റിട്ട് കള്ളു കുടിക്കാൻ? അതെ, ഞാൻ മാല വിറ്റിട്ട് കള്ളു കുടിക്കുന്ന ടൈപ്പൊന്നുമല്ല. അങ്ങനെ ഒരു സാധനം വിറ്റിട്ടും പണയം വെച്ചിട്ടും എനിക്ക് കള്ളു കുടിക്കേണ്ട കാര്യമില്ല. ദേ ഞാനേ വലിയ മുഴു കുടിയനൊന്നുമല്ല. ദേ ഈ എല്ലാവരും കാണിക്കുന്ന പോലെ അതും ഇതും ഒക്കെ എടുത്ത് വിറ്റു കൊണ്ടുപോയി കള്ളു കുടിക്കാൻ. ഓ, പിന്നെ നിങ്ങൾ മുഴുകുടിയനല്ലാതെ പിന്നെ നിങ്ങൾ ഏത് തരത്തിൽപ്പെടും? മുഴുകുടിയനെന്നും മുഴുകുടിയനല്ലാത്തവനെന്നും അങ്ങനെ പലതരത്തിൽ ഇങ്ങനെ തരം തിരിച്ചു വെച്ചിട്ടുണ്ടോ? അല്ല, എനിക്കറിയാൻ മേലാന്നത് കൊണ്ട് ചോദിക്കുക. അതെ, കള്ളു കുടിക്കുന്നവൻ ആരാണെങ്കിലും, അത് ദിവസം ഒരു വട്ടമാണെങ്കിലും ആഴ്ചയിൽ ഒരു വട്ടമാണെങ്കിലും ആര് കള്ളു കുടിച്ചാലും അവൻ കള്ളുകുടിയൻ തന്നെയാ. അല്ലാതെ മുഴുകുടിയനെന്നോ കുടിയനല്ലാത്തവനെന്നോ എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. നിങ്ങളോട് ചോദിച്ചതിന് നിങ്ങൾ ആൻസർ പറ. ആ മാല വിറ്റിട്ട് നിങ്ങൾ കുടിച്ചു, അതല്ലേ നിങ്ങൾ ചെയ്തത്? ദേ രേവതി, എനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ കുടിക്കേണ്ട കാര്യമില്ല വിറ്റിട്ട്. ഞാൻ അധ്വാനിക്കുന്ന പൈസയിൽ ഒരു ശതമാനം മാത്രം എടുത്തേ ഞാൻ കുടിക്കാറുള്ളൂ. 1% പോലും എടുക്കാറില്ല. എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു കാല് പോലും ഞാൻ എടുക്കാറില്ല. എന്നിട്ടാണോ നീ ഇതൊക്കെ പറയുന്നത്? ദേ അധ്വാനത്തിൻ്റെ ഇതൊന്നും നീ എൻ്റെ അടുത്ത് പറയുമൊന്നും വേണ്ട. എനിക്കങ്ങനെ നിൻ്റെ വീട്ടുകാർ തന്ന മുതൽ കൊണ്ടുപോയി പണയം വെച്ചോ വിറ്റിട്ടോ കുടിക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളത് എന്താ ചെയ്തത്? പറ, അതെന്ത് ചെയ്തു? നിങ്ങളതെന്തോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാതെ നിങ്ങളിങ്ങനെ ഉരുണ്ട് കളിക്കില്ല. നിങ്ങളത് വിറ്റിട്ട് നിങ്ങൾ കുടിച്ചു. ദേ രേവതി, ഇനി നീ അത് മിണ്ടിപ്പോകരുത്. ഇനി മിണ്ടിപ്പോയാലേ ഞാൻ നിൻ്റെ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം തരും. ഞാൻ പറഞ്ഞു അത് ഞാൻ വിറ്റിട്ടില്ലെന്ന്. ദേ വിറ്റിട്ടില്ലെന്നല്ല കേട്ടോ, സോറി, അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ കുടിച്ചിട്ടില്ലെന്ന്. ഞാൻ അത് വിറ്റ് കുടിക്കാനും മാത്രം ഒന്നും അതപ്പതിച്ചു പോയിട്ടുമില്ല. അതുകൊണ്ട് നീ ആ കാര്യം വിട്, ആ വിഷയം വിട്. മാല ഇന്നോ 2-3 ദിവസത്തിനുള്ളിൽ മാല അത് കിട്ടും. അതുപോലെ നിനക്ക്. പിന്നെ നീ കൂടുതൽ ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട. നീ ഇപ്പം വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ നീ പോയി ചെയ്യാൻ നോക്ക്. അല്ലാതെ ഞാൻ ഇന്നലെ പോയി അത്രയും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ നീ ഇതെടുത്തിട്ട് എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത് കേട്ടോ രേവതി എന്ന് പറഞ്ഞു. ഏതായാലും രേവതി പറഞ്ഞു, എനിക്കൊന്നും അറിയണ്ട, എനിക്ക് വേറെ ഒന്നും അറിയണ്ട. എനിക്ക് ആ മാല കണ്ടിരിക്കണം, അത് കഴുത്തിൽ എനിക്ക് കാണണം. അത് കണ്ടില്ലെങ്കിലേ എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞപ്പം അത് കാണുമോ കാണാതിരിക്കുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, നീ മാറിപ്പോകാൻ പറഞ്ഞു. ഏതായാലും സച്ചി എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ മാറ്റി അങ്ങ് വിടുക കേട്ടോ നമ്മുടെ രേവതീനെ. ഏതായാലും സച്ചി ദേഷ്യം വന്നിട്ട് രേവതീനെ മാറ്റി വിട്ട് കഴിഞ്ഞിട്ട് സച്ചി, എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ അടുത്ത നോണ എന്ത് പറഞ്ഞാൽ ഞാൻ പിടിച്ച് നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. തൽക്കാലം രക്ഷപ്പെട്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി ആ മാല കൊണ്ടുപോയി എന്തോ ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാണ്. അപ്പം വേറൊന്നുമല്ല നമ്മുടെ സച്ചി ചെയ്തിരിക്കുന്നത്. നമ്മുടെ രവീന്ദ്രൻ്റെ ഒരു കൂട്ടുകാരന് അസുഖമായിട്ട് ആശുപത്രിയിലാണല്ലോ. കൂട്ടുകാരനല്ല, കൂട്ടുകാരൻ്റെ വൈഫ്. അപ്പോൾ ആ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം കുറച്ച് പൈസ തന്ന് സഹായിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഓപ്പറേഷനാണ് നമ്മുടെ സച്ചി ആ ഒരു മാല ഊരി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ സച്ചി അത് വിറ്റ് കുടിക്കാനൊന്നുമല്ല. സച്ചിയുടെ സ്വഭാവം പറഞ്ഞല്ലോ, നമുക്കറിയാമല്ലോ സച്ചിയുടെ സ്വഭാവം. എവിടെ പാവത്വം തോന്നുന്നോ അവിടെ മനസാക്ഷി കാണിക്കുന്ന ഒരാളാണ് നമ്മുടെ സച്ചി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് മാല പണയം വെച്ചിട്ട് ആ ഒരു പൈസ കൊടുക്കേണ്ടി വന്നു പോയി നമ്മുടെ സച്ചിക്ക്. ആ ഒരു ഇതുണ്ടായിപ്പോയി. അത് നല്ല മനസ്സ് തന്നെയാണ്. ആ മനസ്സിനെ നമ്മളും അംഗീകരിച്ചേ പറ്റൂ. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആ ഒരു ഇത് കിട്ടിയല്ലോ, ആ ഒരു അവാർഡ് കിട്ടിയല്ലോ ഇവർക്ക്, ബെസ്റ്റ് കപ്പിളിനുള്ള അവാർഡ്. അപ്പോൾ ആ ഒരു അവാർഡും വെച്ചുകൊണ്ട് അതും ഇങ്ങനെ നോക്കി എന്തോ ഒരു സ്വപ്നലോകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച്, എന്താ പറയുക, അവർ ഒരുമിച്ച് ഡാൻസ് ചെയ്തതും
ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തതും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മതിമറന്ന് കിടക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കൂട്ടുകാർ വന്നിട്ട് എന്താ എന്താ പറ്റിയെന്ന് ചോദിച്ചു. എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ, രാവിലെ മുതൽ ഞാൻ കാണുന്നതാ, ഒരു സ്വപ്നം കാണലും ഒരു കിടക്കലും, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ, എന്താ നിനക്കിന്ന് ജോലിയൊന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. ആ പറയേ. അതെ, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ വിവാഹം കഴിക്കുന്നില്ല എന്നൊക്കെ, പക്ഷേ എനിക്കിപ്പം വിവാഹം കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നീ വിവാഹം കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനം മാറ്റിയോ? ആ തീരുമാനം ഞാൻ മാറ്റി. എന്തു പറ്റി? ആരോ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടല്ലോ. ആരാ? അത് പിന്നെ നിനക്കറിയാം, ആളാരാണെന്നൊക്കെ നിനക്കറിയാം. ആരാ നിൻ്റെ മനസ്സിൽ കയറി കൂടിയേക്കുന്നത്? അത് സുധി. സുധിയോ? നീ എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സുധി? എന്താടി ഇത്, 1-2 ദിവസം കണ്ട് പരിചയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രമാത്രം നിൻ്റെ മനസ്സിൽ ഇടം പിടിക്കാനേ എന്താ അയാൾ നിന്നോട് ചെയ്തത്? അത് പിന്നെ ഞാൻ എങ്ങനെ നിന്നോട് പറയാ, എനിക്കറിയില്ലടി. എനിക്കെന്തോ അയാളോടൊരു ചെറിയ ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പാവമാടി സുധി, പഞ്ചപാവാ. പാവാ. അങ്ങനെയൊന്നും ഒരാളെ വിശ്വസിക്കരുത് കേട്ടോ മോളെ. അങ്ങനെ പെട്ടെന്നൊരാളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ആണുങ്ങളെ. അല്ലടി, പാവടി. കാരണം ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ആളാ. ആ പെണ്ണ് 50 ലക്ഷം രൂപയും കൊണ്ട് പറ്റിച്ചു മുങ്ങി. അതുകൊണ്ടാണ് എനിക്കൊരു പേടി. ഇനിയിപ്പം ഞാൻ ഈ ഒരു കാര്യം പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചെന്താ മറുപടി എന്ന് എനിക്കറിയില്ലടി. ഹേയ്, നീ ധൈര്യമായിട്ട് പ്രപ്പോസ് ചെയ്തോടി. കാരണം എന്താണെന്നറിയോ, ഇപ്പോഴാണ് പറ്റിയ ചാൻസ്. ഇപ്പം അയാളുടെ മനസ്സ് നിറയെ ആ ഒരു വിഷമോ സങ്കടമോ ഒക്കെ ആയിരിക്കും ആ പെണ്ണിട്ടിട്ട് പോയതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമോ സങ്കടമോ ഒക്കെ മാറാൻ വേണ്ടി ചിലപ്പം നിന്നെ സ്നേഹിച്ചേക്കും. അതും ഒരു ചാൻസായിട്ട് എടുക്കത്തില്ലേ? ശരിയാണോടി? അങ്ങനെ സ്നേഹിക്കുമോ? ഉറപ്പായിട്ടും. നീ ഏതായാലും ഇപ്പോൾ ഒന്ന് പ്രപ്പോസ് ചെയ്ത് നോക്ക്. ഉറപ്പായിട്ടും സുധി നിന്നെ സ്നേഹിച്ച് തുടങ്ങും. നീ ഒന്ന് സ്നേഹിച്ച് നോക്ക്. ഇപ്പം അയാൾക്ക് സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നീ നോക്കിക്കോ, അയാൾ നിൻ്റെ കൂടെ വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് നമ്മുടെ സുധി കേട്ടോ. ശ്രുതി. അപ്പോൾ ശ്രുതി പറഞ്ഞു, എനിക്ക് എന്തെന്നറിയില്ല, എനിക്ക് കുടുംബമായിട്ട് ഇങ്ങനെ താമസിക്കുന്നൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഒരു ഹസ്ബൻഡും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ ഒരു വല്ലാത്തൊരിതായിരുന്നു. എനിക്കറിയില്ലടി എന്താണെന്ന്. അയാൾ എനിക്ക് ഒരുപാട് സന്തോഷം തന്നു ഒറ്റ ദിവസം കൊണ്ട്. അന്ന് ഈ ഒരു മൂമെൻറ്റ്സിലൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു അവാർഡ് കിട്ടിയ മൂമെൻറ്റ്സിലൊക്കെ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടെന്നറിയാമോ? ഞാൻ ഒത്തിരി നാളായി ഇങ്ങനെ സന്തോഷിച്ചിട്ട്. എനിക്ക് തോന്നുന്നു അയാൾക്ക് എനിക്ക് സന്തോഷം തരാൻ കഴിയും. അയാളുടെ കൂടെയുള്ള എൻ്റെ ജീവിതം അത് സന്തോഷം മാത്രമായിരിക്കും. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പറഞ്ഞല്ലോ, നീ പ്രപ്പോസ് ചെയ്തിട്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അയാൾക്കും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കുക. അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? പിന്നെ നീ വിവാഹം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നപ്പം എനിക്കും നിന്നോടൊരു വിരോധമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു വിവാഹമൊക്കെ വേണോടി, ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താടി ഒരു അർത്ഥം ഇരിക്കുന്നത്? വിവാഹവും കുട്ടികളും ഒക്കെ വേണം. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ മനസ്സൊക്കെ ഒന്ന് മാറുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സുധീനെ സ്നേഹിച്ച് തന്നെ തുടങ്ങിയാണ് ആ ഒരു നിമിഷത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധിയുടെ ആ ഒരു ഇടപെടൽ കാരണമാണെന്ന് തോന്നുന്നു. പിന്നെ എന്തുകൊണ്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യരാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതി ആയിക്കോട്ടെ പൈസയ്ക്ക് വേണ്ടി എവിടെ വേണേലും ചത്ത് കിടക്കും. അതുപോലെ തന്നെ സുധിയും ആയിക്കോട്ടെ പൈസയ്ക്ക് വേണ്ടി ജീവിക്കുന്നതാണ്. രണ്ടുപേർക്കും അപ്പം ഏകദേശം ഒരുപോലെയുള്ള ആ ഒരു ഇതൊക്കെയാണല്ലോ, രണ്ടുപേരും മാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതിക്ക് തോന്നി ഇനിയിപ്പം ഇതിൽ പിടിച്ച് കയറാമെങ്കിൽ ഒന്ന് കയറാൻ പറ്റും എന്ന് തോന്നി. ഏതായാലും ശ്രുതി വെറുതെ ഒന്നിനും ഇറങ്ങി പുറപ്പെടില്ല എന്നറിയാം. ശ്രുതി ഇതിനും ഇറങ്ങി പുറപ്പെടുന്നത് പല ലക്ഷ്യങ്ങൾ നമ്മുടെ ശ്രുതിയുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമുക്ക് പതുക്കെ കാണാം. ഈ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അതൊക്കെ മറച്ചു വെച്ചിട്ടാണ് നമ്മുടെ സുധീനെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമ്മുടെ കഥയിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ചന്ദ്രയ്ക്ക് പെട്ടെന്നൊരു കോള് വരികയാണ്. ഭാമയാട്ടോ വിളിക്കുന്നത്. ഭാമ വിളിച്ചിട്ട് പറയുക, എടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, ഒരു പെങ്കൊച്ചിൻ്റെ കാര്യം. ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാരെ നിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് സുധീനെ കാണാൻ. അപ്പോൾ പെട്ടെന്ന് ചന്ദ്രൻ ഞെട്ടിപ്പോയിട്ടോ. അതെന്താടി ഇങ്ങോട്ട് വരുന്നത്? സാധാരണ പെണ്ണിനെ കാണാൻ അങ്ങോട്ടല്ലേ പോകുന്നത്? എൻ്റെ പൊന്ന് ചന്ദ്രേ, ഇതേ വെറും വീട്ടുകാരല്ല, കോടീശ്വരന്മാർ.
എത്രമാത്രം കമ്പനിയും ബിസിനസ്സും ഒക്കെ ഉണ്ടെന്നറിയാമോ? അതും കൊണ്ടേ ലെക്കാണെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അല്ല ഭാമേ, എനിക്ക് സത്യത്തിൽ പേടിയാവുന്നുണ്ട്. അങ്ങനെ അത്രയും കോടീശ്വരനായൊരു ആള് എൻ്റെ മോനെ കൊണ്ട് അവരുടെ മോളെ വിവാഹം കഴിപ്പിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും വേറെ ഒന്നും അല്ലടി, സുധിയുടെ പഠിപ്പ് തന്നെ അതിന് കാരണം. അവർക്ക് അവരുടെ കമ്പനി നോക്കി നടത്തുവാനും കമ്പനിയിലെ MD ഒക്കെ ആയിട്ട് ഒരാളെ ആവശ്യമുണ്ട്. അപ്പം മകളുടെ ഭർത്താവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. സത്യമാണോടി ഞാൻ ഈ കേൾക്കുന്നത്? സത്യം തന്നെയാടി ഞാൻ ഈ പറയുന്നത്. എങ്കിലും ഉറപ്പിച്ചോടി. എങ്കിൽ ഉറപ്പിച്ചോ. അവരോട് ഇങ്ങോട്ട് ധൈര്യമായിട്ട് വരാൻ പറ. ഏതായാലും ഭാമേ, നീ കുറച്ച് നേരത്തെ വരണോട്ടോ. ഞാൻ ഏതായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ രേവതി ആണെങ്കിൽ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയല്ല, അടുക്കള കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ അടുത്ത് ഓടി ചെന്നിട്ട് പറഞ്ഞു, രേവതി, നീ ഒരു കാര്യം ചെയ്യണം. നീ ആ പണിയൊക്കെ നിർത്ത്. നീ എത്രയും പെട്ടെന്ന് ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി പേരെയെല്ലാം അങ്ങോട്ട് തുടച്ചിടണമെന്ന് പറഞ്ഞപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, എന്താ ചന്ദ്ര, എന്താ പറ്റിയത്? നിങ്ങൾ കേട്ടില്ലേ? എൻ്റെ മകനെ ഒരു നല്ലൊരിടത്തു നിന്ന് ഒരു ആലോചന വരുന്നുണ്ട്. ഇതെല്ലാം ദൈവം കാണുന്നുണ്ട്. എൻ്റെ മകന് പറ്റിയ ആലോചന. അതും പൂക്കാരിയൊന്നും അല്ല, വലിയ ബിസിനസ് നടത്തുന്ന കോടീശ്വരൻ്റെ മകളാ എൻ്റെ സുധീനെ കെട്ടാൻ പോകുന്നത്. ഏതായാലും പെട്ടെന്നായിക്കോട്ടെ എല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര വലിയ വെപ്രാളമൊക്കെ എടുക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ രേവതിയോട് പറഞ്ഞു, നീ കുറച്ച് പൂവൊക്കെ എടുത്ത് ഇവിടെ അലങ്കരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ തറയൊക്കെ അങ്ങോട്ട് നന്നായിട്ട് തിളങ്ങണമെന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അതെന്തിനാ തിളങ്ങുന്നത്? അവരെ നോക്കുമ്പം അവരുടെ മുഖം വരെ കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതെന്താ മുഖം കാണാൻ വല്ല കണ്ണാടിയും വല്ലതും ആണോ? ആരുടെ മുഖം കാണാൻ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ നമ്മുടെ രേവതി ഇങ്ങനെ പുറത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും, അതെ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട, നീ മിണ്ടാതിരിക്കുക. ഞാനേ എൻ്റെ മോനെ പോയി വിളിച്ചോണ്ട് വരട്ടെ, അവനോട് ഒരുങ്ങി നിൽക്കാൻ പറയട്ടെ എന്നും പറഞ്ഞ് നേരെ നമ്മുടെ സുധിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു വിവാഹം പൊടിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മുടെ ചന്ദ്രയ്ക്ക് 8ൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ കാണാം. അപ്പം ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷമായിട്ട് എത്രയും പെട്ടെന്ന് വരാം. നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ നെക്സ്റ്റ് വീക്ക് പ്രേമോ ഇതിൻ്റെ പുറകെ നമ്മുടെ ജിൽജില്ലിലല്ല കേട്ടോ, ചിന്നൂസ് വേൾഡിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണണേ. ചിന്നൂസ് വേൾഡിലെ നമ്മുടെ അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷവും ഇടുന്നുണ്ട്, ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും. അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണണം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു.